അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. സോ നമ്മൾ എണീച്ചിട്ടുണ്ട്. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എണീക്കാനൊക്കെ ഒരു മടിയായിരുന്നു. പക്ഷെ നമ്മൾ എണീച്ചു. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളെ മെയിൻ പരിപാടി പല്ല് തേക്കുക, മുഖമൊക്കെ കഴുകുക, ആ ഒരു ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിനി വേഗം ആ പരിപാടി തീർക്കാം. ഹലോ, പേസ്റ്റ് എടുത്തിട്ട് അവൻ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവും, അങ്ങനെയാണ്. സോ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിയാനായി. ഇനി എനിക്ക് ഫേസ് വാഷ് ഇടാനുണ്ട്. ഫേസ് വാഷ് ഞാൻ ആസ് യൂഷ്വൽ യൂസ് ചെയ്യാറുള്ള ഫേസ് വാഷ്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ സ്കിൻ കെയർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയായിരിക്കും. സോ നമ്മൾ ഫേസ് വാഷ് ഇടുക. ഞാൻ വീഡിയോ എടുക്കുന്നതിനിടെ കഷ്ടപ്പെട്ട് ഫേസ് വാഷ് കയ്യിലേക്ക് ആക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കെന്താ, നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മഴക്കാലത്ത് ഭയങ്കര ഓയിലി പോലെ ആവുന്നുണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇനി ഞാൻ തഴയ്ക്ക് പോവാണ്, നമ്മൾ തഴയ്ക്ക് പോവാണ് അല്ലേ? അതെ, വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം വീട്ടിൽ ഇരുന്ന് പണിയെടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമുക്ക് താഴെ പോവാം. രാഹുലിന് ഏതാണ്ട് ഈ ഒരു സമയത്ത് വോക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അമ്മത് അവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കൽ പരിപാടി ഉണ്ട് ഇവിടെ. സോ ഇവരൊക്കെ ഇങ്ങനെ കുടിക്കുകയാണ്, അതിനിടെ സംസാരിച്ചിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ഒറ്റ പ്രാവശ്യം മോർണിംഗ് ചായ കുടിക്കാറുള്ളൂ. ഞാൻ മോർണിംഗ് വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കും. സോ അതെടുത്ത് വെക്കുകയാണ് ഞാനിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് വെള്ളം? ടേസ്റ്റ് ഉണ്ടോ? വെള്ളത്തിന് ടേസ്റ്റിനെ പറ്റി എന്താ അഭിപ്രായം? അവന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ആ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മളിവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് പിന്നെ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഇതാക്കുകയാണ്. പിന്നെ അങ്ങനെ സമയം പോവും നമ്മൾ സംസാരിച്ചിട്ട്. നമുക്ക് വെള്ളം കുടിക്കാം. ഇരുന്നിട്ട് കുടിക്കാം. വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും ഇരുന്നിട്ട് കുടിക്കണം എന്നാണ്. അപ്പം രാവിലെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ കുടിക്കാറ്. പിന്നെ ഇന്ന് വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. സോ അച്ഛനിവിടെ ഉണ്ട്, പേപ്പർ വായിക്കുകയാണ്. പിന്നെ ഞാൻ ചെറിയ രീതിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ നടന്നുകൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു, എന്തൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളതൊക്കെ വാങ്ങിച്ചു. പിന്നെ ആൾ അഗൈൻ വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിനിടയിൽ ജസ്റ്റ് നമ്മൾ കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. സോ അതൊക്കെ എടുക്കാൻ പോവുകയാണ്.
പിന്നെ അതിനിടയിൽ എന്താ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി, അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. സോ പിന്നെ എന്താ അതിനിടയിൽ നമ്മളിങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡെല്ലാം കഴിക്കുകയാണ്. പിന്നെന്താ അമ്മയ്ക്ക് വർക്കിന് പോകേണ്ട സമയമായിട്ടുണ്ട്. സോ അമ്മേനെ അച്ഛൻ കൊണ്ടാക്കുകയാണ്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. എന്താ സംസാരിക്കാൻ ഒരു ചാൻസ് തരണ്ടേ, എന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. ഇവിടെ ഇപ്പം നമ്മൾ പാക്കേജിങ് പൊളിക്കട്ടോ. ഒരു ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. ഇത് മറ്റേ ഇതില്ലേ, കീക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇവിടെ മൊബൈലും വെക്കാം. ഇതാ സാധനം. ഇത് നമുക്കിങ്ങനെ കീ വെക്കാൻ വേണ്ടി, കീ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു. അപ്പം നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ സുഖമായിരുന്നല്ലോ. നമ്മൾ അതിൻ്റെ അൺബോക്സിങ് ആണ്. ഓക്കെ, അപ്പം നമുക്കിനി ഇത് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നടക്കും അറിയില്ല. നമുക്ക് ഇതിൻ്റെ സെറ്റാക്കാനുണ്ട്. നമ്മൾ ഇത് ഡ്രില്ല് ചെയ്യാണ്ട് നമ്മൾ ചുമരിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ല നോക്കുന്നത്. കാരണം നമുക്ക് ഈ ചുമരിൽ നമ്മൾ പൊതുവെ ചുമരില് ഡ്രില്ല് ചെയ്യാതെ മാക്സിമം നോക്കലുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇപ്പോഴും നോക്കല്. അപ്പം ഇതിപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ. കാരണം ഇവിടെ ഇങ്ങനെ ഹാള് വന്നിട്ടുള്ള ടൈപ്പാണ്. സോ ഇത് വേണം. ഇപ്പം നമുക്ക് കാറും ബൈക്കിൻ്റെ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ എന്താ ഇവിടെ ആളുടെ വർക്ക് സ്പേസ് ഇവിടെയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് താഴത്തോട്ട് തുടങ്ങും. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിയുക. സോ വർക്ക് ഫ്രം ഹോമാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടിയിട്ട് ഇവിടെ നിന്ന് ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താ ഇപ്പം ഞാനും രാഹുലും മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മ വർക്കിന് പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വർക്കിന് പോയി. അമ്മ വർക്കിന് പോയപ്പോൾ അമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും പോയിട്ടുണ്ട്. അപ്പം എന്നാൽ ഞാനും രാഹുലും മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് എന്താ, ഇനിയിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വരും, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ഉള്ളൂ. കാരണം ഇന്നലെ നമ്മൾ തുടക്കുകയൊക്കെ ചെയ്തല്ലേ. അപ്പം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അത് എന്താ ആറിയിടണം. ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ പണികളുള്ളൂ. കാരണം അത് ഇപ്പം ഇനി കുളിച്ച് കഴിഞ്ഞിട്ടേക്ക് ഞാൻ ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പം അത് കഴിയില്ല. ഇപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പണിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം. പിന്നെ എന്താ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടുണ്ട് എടുക്കുന്നതുകൊണ്ട്. അപ്പം ഇത് പറയാനുണ്ടോ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഇവിടെയൊക്കെ കുറച്ച് ജസ്റ്റ് ക്ലീൻ ണ്ട്. നമ്മളെ റൂം മേലെയാണ്. ഇതിപ്പം ജസ്റ്റ് ഒരു റൂം, ഇവിടെ താഴെ ഒരു റൂം. അപ്പം ഇവിടെ ആരും യൂസ് ചെയ്യാത്ത റൂമാണ്. അപ്പം ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നതും ഇവിടെ ഞാൻ ചുമ്മാ ഇരിക്കും. എൻ്റേതായിട്ടുള്ള പരിപാടിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലീൻ ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരാം. കുളിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് നമുക്ക് നിൽക്കാം. ഓക്കെ, ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. എന്താ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള സ്കിൻ കെയർ ആണ്. അതായത് അപ്പം നമുക്ക് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള സ്കിൻ കെയർ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ള സ്കിൻ കെയർ തന്നെയാണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള സിറം ആണിത്. മുമ്പത്തെ എൻ്റെ സ്കിൻ കെയർ വീഡിയോ കണ്ടറിയാം.
നല്ല പിമ്പിൾസ് ഉള്ള ഫേസ് ആയിരുന്നു. അതായത് നിറച്ച് പിമ്പിൾസ് ഉള്ള ഫേസ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ഈ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഫുൾ പിമ്പിൾസ് പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ മുമ്പത്തെ വീഡിയോസ്, ആ സ്കിൻ കെയറിൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഏതാണ് എന്താണെന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ പറയാം. ഇത് നിയാസിനമൈഡ് 10% നിയാസിനമൈഡിൻ്റെ ഫേസറാണ്. ആൻഡ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ കുളിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി സ്കിൻ കെയർ ചെയ്യാം. അവിടെയൊക്കെ ഇങ്ങനെയാണ് എല്ലാവരുടെ സ്ഥലങ്ങളിലും മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. പക്ഷെ ഇന്ന് മഴ കുറവാണ്. ഇന്നങ്ങനെ മഴയില്ല, ഇന്ന് വെയിലുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴ ഇടിയൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ ഈ ഒരു സമയത്തൊക്കെ. ഇത്രയും ഞാൻ യൂസ് ചെയ്യാറില്ല പൊതുവെ, പക്ഷെ അതിനെ കുറച്ച് എന്തൊരു ഡ്രൈ പോലെ ഫീൽ ചെയ്യും. പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോഡി ഓയിലാണ് ഈ ഒരു ബോഡി ഓയിൽ. ഇത് പ്ലമ്മിൻ്റെ ബോഡി ഓയിലാണ്. ഇത് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും. നല്ല നല്ല സ്മെല്ലാണ്. ഇത് വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലേവറാണ്. ഇത് ഞാൻ കയ്യിലൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യും. നല്ല സ്മെല്ലാണ് ഇത്. കുളിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ നല്ല റിഫ്രഷിങ് സ്മെല്ലാണ്. നെയിൽ പോളിഷ് കുറച്ച് മാറ്റം വിചാരിക്കുന്നത്. കാരണം കണ്ടില്ലേ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട്. അതുപോലെ നെയിൽസിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യണം. അപ്പം ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി ചെയ്തിട്ട് അപ്പം നമുക്കത് ചെയ്യണം. പിന്നെ നമുക്ക് ബെഡ് റെഡിയാക്കാം. ഞാനെപ്പോഴും കുളിച്ച് കഴിഞ്ഞിട്ടാണ് ബെഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ ഇപ്പം ബെഡിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ചുരുങ്ങി കിടക്കുന്നുണ്ട്. സോ നമുക്കിനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി താഴേക്ക് പോകാം. കാരണം ഇനി ഉള്ള പരിപാടിയൊക്കെ നമ്മൾ താഴെ പോയിട്ടാണ്. നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ എടുക്കാണ്. താഴെ പോയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിന്ന് ഏത് ചൂസ് ചെയ്യും? നമുക്കിന്ന് ഈ ഒരു നെയിൽ പോളിഷ് ഇടാം. ഈ ഒരു നെയിൽ പോളിഷ് നമുക്കിടാം അല്ലേ? ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ നമ്മൾ നെയിൽ പോളിഷ് റിമൂവറും കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇതെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെയിൽ കട്ട് ചെയ്യാനുണ്ട്, ഷേപ്പാക്കാനും ഉണ്ട്. ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ്. മിസ്റ്റർ രാഹുലിനെ ഞാൻ കഷ്ടപ്പെട്ട് വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ. വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ഓക്കെ, നമുക്കിവിടെ കുറേ മരങ്ങളുണ്ട്. ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുക്കാം. പിന്നെന്താ, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ദിവസം ഞാനിങ്ങനെ വെറുപ്പിക്കും ഇവനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പാവം വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരും കേട്ടോ. അപ്പം നമുക്കിനി നോക്കിയിട്ടെടുക്കാം. ഗൈസ്, ഇത് നമ്മളെ കല്യാണത്തിൻ്റെ സമയത്ത് വെച്ച പോസ്റ്റ് ഫ്ലെക്സാണിത്. അത് നമ്മളിതുവരെ മാറ്റിയില്ല. ഓക്കെ, ഫോട്ടോ എടുത്തോ. താങ്കൾ ഫോട്ടോ എടുത്തോ. നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടി. നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടു. സോ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം വിശക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ പോവാണ്. ബ്രെഡ് ബാക്കിയുള്ളതുണ്ട്. സോ ന്യൂട്ടലയുണ്ട്. ബ്രെഡും ന്യൂട്ടലയും കൂടെ കഴിക്കാം. ഒരു ബ്രെഡ് കഴിക്കാം. രാഹുലിന് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് പീനട്ട് ബട്ടർ. മാങ്ങയും കൂടെ എടുക്കുന്നുണ്ട്. ഇതില്ലേ 2 ടൈപ്പ് മാങ്ങ വാങ്ങിയാണ്.
അത് കഴിഞ്ഞിട്ട് നമ്മളെ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്, നമ്മൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്കിനി ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. ഹലോ, അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരമായി. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഫുഡ് കഴിച്ചാൽ എനിക്ക് കുറച്ച് മധുരം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ ചോക്ലേറ്റിന് ഐസ്ക്രീം എടുത്തിട്ട് എന്താ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകണം. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. നാളെ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അച്ഛൻ്റെ അനിയൻ്റെ അവിടെ സൽക്കാരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. പിന്നെ നാളെ എൻ്റെ അവിടെയാണ് എന്നിട്ട് സ്റ്റേ. മറ്റന്നാളേ വരുള്ളൂ. നാളെ ഒരു ഈവനിങ് ഒരു 3 മണി 4 മണിയൊക്കെ കഴിയുമ്പോൾ ആ ടൈമിൽ പോകും. അപ്പം അങ്ങനെയാണ്. അപ്പം അതിന് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് എടുത്ത് വെക്കണം. ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. വ്യത്യാസമുണ്ട്. ഹലോ, അപ്പം ഇനി നമുക്ക് നെയിൽ പോളിഷ് ഇടാൻ പോവാം. പിന്നെ രാഹുലിൻ്റെ വർക്ക് ഏതാണ്ട് കഴിയാനായിട്ടുണ്ട്. സോ അതാണ് അപ്ഡേറ്റ്. അപ്പം നമുക്ക് നെയിൽ പോളിഷ് ഇടാം. അപ്പോൾ ഒരു സന്ധ്യയായ സമയത്ത് നമ്മൾ മറ്റേ ഇതില്ലേ മാല, കല്യാണത്തിന് ഇട്ടിട്ടുള്ള പൂമാല, അതിങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. നമ്മൾ കല്യാണത്തിൻ്റെ മാല, കല്യാണം കഴിക്കുമ്പോൾ ഇടുന്ന മാലയില്ലേ, അത് നമ്മൾ പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു ഇതുണ്ടല്ലോ ഫ്രെയിം പോലെ ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു പാക്കേജ്. നമുക്ക് പാക്കേജ് ഇങ്ങോട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ലവ് ഫ്രെയിമാണ് കൊടുത്തത്. നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫ്രെയിം വന്നത്. അടിപൊളിയുണ്ട് അല്ലേ? രസമുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമ്മളെ ആ ഒരു മണ്ഡപത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ആ പൂവാണ് ഇത്. നമുക്കിനി ഫ്രെയിം വെക്കാം അവിടെ ഷോക്കേസിൽ ഫ്രെയിം കൊണ്ടുവയ്ക്കാല്ലേ അല്ലേ?
അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂവിയൊക്കെ കണ്ടിട്ട് ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.